അല്ല, ഉണ്ടയില്ല വെടികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇന്നൊക്കെ ഷോൺ ജോർജ് വിളിച്ചു പറഞ്ഞ സാധനത്തിനെയൊക്കെ ശുദ്ധ തോന്നിവാസം എന്നാണ് പറയേണ്ടത്. ശുദ്ധ തോന്നിവാസം. ഞാൻ അരുണിനോട് പറയട്ടെ, UAE-യിലും കൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങളുടേത്. ദയവേത് ഈ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക. അതായത് എക്സാലോജിക് കൺസൾട്ടൻസ് എന്നുള്ള ഒരു കമ്പനി UAE-യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് ADCB ബാങ്കിൽ അക്കൗണ്ടും ഉണ്ടാവും. ആ അക്കൗണ്ടിലേക്ക് PWC-യിൽ നിന്ന് ഫണ്ടും വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ലാവ്ലിന്റെ ഫണ്ടാണെന്നൊക്കെ അരുൺകുമാർ പറഞ്ഞാൽ ഒരു പക്ഷേ UAE-യിൽ നിങ്ങളുടെ ട്രാൻസ്മിഷൻ വരെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ ഫാക്ട് എന്താണ്? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആർക്കും അറിയുന്ന കാര്യമാണ്. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. 2008-ൽ UK ആസ്ഥാനമായി തുടങ്ങിയ കമ്പനിയാണത്. ആ കമ്പനിയുടെ ഓരോ ഓഫീസ് ദുബായ് മീഡിയ സിറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് 2 ഓണർമാരാണുള്ളത്. ഒരാളുടെ പേര് നവീൻ കുമാർ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് സാസൂൺ സാദിഖ് എന്നാണ്. മൊത്തം 5 ഓഫീസസ് ഉണ്ട് അവർക്ക്. UK അടക്കം 5 ഓഫീസസ് ഉണ്ട്. 5 ഓഫീസസിലും കൂടെ 400-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിയിൽ. സോഫ്റ്റ്വെയർ മേഖലയിൽ 10-12-ലധികം സെഗ്മെന്റിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലോബലി എസ്റ്റാബ്ലിഷ്ഡ് ആയ മൾട്ടിനാഷണൽ കമ്പനീസ് അവരെ ക്ലയൻസ് ആണ്. അവരുടെ ആനുവൽ ടേൺ ഓവർ 2024-ലെ, അതായത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 4500 കോടി രൂപയാണ്. 55.4 മില്യൺ US ഡോളേഴ്സാണ് ഈ കമ്പനിയുടേത്. ഈ കമ്പനി വേറെ 2 ആളുകളുടേതാണ്. 400-ലധികം ജോലിക്കാരുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ പറ്റിയിട്ട്, അതായത് പിണറായി വിജയന്റെ മകളെ പറ്റി പറയുന്നത് പോലെ ആ കമ്പനിയെ പറ്റി വേണ്ടാതിനെ പറഞ്ഞാൽ വിവരമറിയും എന്നാ ഞാൻ പറയുന്നത്. ഷാർജ സുൽത്താനെ പറ്റിയിട്ട് പണ്ട് വാർത്ത കൊടുത്തിട്ട് ഇവിടുത്തെ കുറച്ച് ചാനലുകൾ കുടുങ്ങിയിരുന്നു. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എക്സാലോജിക് എന്നുള്ളത് മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. വീണ വിജയൻ തുടങ്ങിയ കമ്പനി 2014-ൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് തുടങ്ങിയ ഒരു 1% കമ്പനിയാണ്. OPC ആണ്. അതാണ് നിങ്ങൾ പറയുന്ന CMMR-ലുമായിട്ടുള്ള വിഷയം. അതെന്തോ ആവട്ടെ, അതിന്റെ ഡീറ്റെയിൽസൊക്കെ പോവാം. ഇപ്പം ഈ എന്താ പറയാ, ഷോൺ ജോർജ് എടുത്തു കൊണ്ടുവന്നിരിക്കുന്ന സാധനം വേറെ ഒരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നേ. അത് വീണ വിജയന്റെതും വേറൊരാളുടെ പേരും പറയുന്ന ശുദ്ധ തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്. അത് ഈ ആരോപണം റിപ്പോർട്ടർ ചാനൽ ഓൺ ചെയ്യുകയോ റിപ്പോർട്ടർ ചാനൽ ശരിവെക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ അന്വേഷണത്തിലും പ്രേംകുമാർ പറഞ്ഞ കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അനിൽ ബോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. UAE-യിൽ പറയാൻ സമയം ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതെ, ഇത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഷോൺ ജോർജ് ആണ്. അതിന്റെ ഉത്തരവാദിത്വം ഷോൺ ജോർജിനാണ്. റിപ്പോർട്ടർ ചാനൽ ഒരു ഉത്തരവാദിത്വവുമില്ല. ഇങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടയില്ല വെടികളായി ഉന്നയിക്കുകയാണോ രാഷ്ട്രീയ ചോദ്യം പ്രേംകുമാർ. Debate with Arun Kumar.